പാവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം വൈകുന്നേരം ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് കണ്ട് വേദ എത്തി നോക്കുന്നുണ്ട്. ഓട്ടോയിൽ നിന്നും ശ്രീജയെ താങ്ങി പിടിച്ച് ഇറങ്ങുന്നത് കണ്ട് വേദ പിറകെ ഓടി ചെല്ലുന്നുണ്ട്. എന്ത് പറ്റി വിശ്വേട്ടാ? ശ്രീജയ്ക്ക് ഇത് എന്ത് പറ്റി? സുഖമില്ലേ? ഇത് കേട്ട് നമ്മുടെ കമലാമ്മ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലപ്പോഴായി പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരരുതെന്ന്. നീ എന്തിനാ ഇങ്ങോട്ട് കയറി വരുന്നത്? ഇറങ്ങിപ്പോ എന്ന് പറയാണ്. ഞാൻ ശ്രീജയ്ക്ക് സുഖമില്ലെന്ന് കരുതി അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട്, ദേ വേദേ, നിന്നോട് അവളിവിടെ വരരുതെന്നും ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാ വീണ്ടും അവളുടെ പ്രഷർ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്? ശ്രീജയുടെ കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അവൾ പുറത്തിറങ്ങുമ്പോൾ അവളോട് ചോദിക്കണം. അന്വേഷിക്കരുതെന്ന് ഇവിടെ ആരും പറയുന്നില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേദ ശ്രീജച്ചിയോട് പറയുന്നുണ്ട്, ശ്രീജച്ചി ഇഞ്ചക്ഷനൊക്കെ എടുത്തോ, മെഡിസിൻ എല്ലാം വാങ്ങിച്ചോ? ഉടനെ തന്നെ നമ്മുടെ വിഷം പറയുന്നുണ്ട്, ഇല്ല ശ്രീജയെ, അത് മറന്നു, ഞാനേ മെഡിസിനൊന്നും വാങ്ങിച്ചിട്ടില്ല, ക്യാഷില്ലായിരുന്നു എന്ന് പറയാം. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, വിക്രമിൻ തരുന്ന ക്യാഷല്ലേ നിങ്ങൾക്ക് വാങ്ങിക്കാൻ മടിയുള്ളൂ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വരാം, ലിസ്റ്റ് എടുക്കൂ എന്ന് പറയുക. ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആരുടെയും ഔദാര്യം വേണ്ട, വിക്രമേ എൻ്റെ മകനല്ലെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, പിന്നെ നീയും ഞങ്ങളും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഒരു ബന്ധവുമില്ല, പിന്നെ നിന്റെ ഔദാര്യം സ്വീകരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നീ അവിടെ നിൽക്ക്, ഞാൻ ക്യാഷ് എടുത്ത് തരാം എന്നും പറഞ്ഞ് കിച്ചണിലെ ഒരു ഡെപ്പ തുറന്ന് അതിൽ നിന്നുണ്ടായിരുന്ന ക്യാഷ് എടുത്ത് വിശ്വത്തിന് കൊടുക്കുന്നുണ്ട്. എന്നാൽ വേദയെ അപമാനിക്കുകയാണ് നമ്മൾ കമലാമ്മ. ശ്രീജയോട് പറയുന്നുണ്ട്, ശ്രീജച്ചി ഞാൻ വിക്രമിൻ്റെ റൂമിലുണ്ടാവും, ശ്രീജച്ചിക്ക് സുഖമാവുമ്പോൾ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോകുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും ശ്രീജ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രീജച്ചി? ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അതെ, ഇൻഫെക്ഷൻ ആയിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഇൻഫെക്ഷൻ അല്ലേ, മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ, ഇഞ്ചക്ഷനും എടുത്തില്ലേ, അത് 2 ദിവസം കൊണ്ട് മാറിക്കൊള്ളും എന്നിങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് വേദ. ഉടനെ ശ്രീജ പറയുന്നുണ്ട്, ഇല്ല വേദേ, അതൊന്നും സുഖപ്പെടില്ല, എനിക്കുറപ്പാ, ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. അതെന്താ ശ്രീജി നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതങ്ങനെയാ, നിനക്കറിയാത്തോണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ കമ്പനിയിലെ കാര്യങ്ങളെല്ലാം, അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം വേദയ്ക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അവിടെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും, നിന്നുകൊണ്ട് തന്നെ പണിയെടുക്കണം, ഇരിക്കാൻ പറ്റത്തേയില്ല. അതെങ്ങനെയെങ്കിലും സഹിക്കാമെന്ന് വെച്ചാലും ബാത്റൂമിൽ പോകണമെങ്കിൽ അവിടെയുള്ള ബാത്റൂം യൂസ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥർ മാത്രമേ, അവിടെ മാനേജറും അവരൊക്കെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും, സ്റ്റാഫിന് ആർക്കും തന്നെ അതിൽ പോകാനുള്ള അവകാശമില്ല. ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി അവിടെ നിന്നും ഒരു ചായ കുടിച്ചതിന് ശേഷം മാത്രമേ അവിടുത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വരുന്നത്. ഇത് കേട്ട് നമ്മുടെ വേദക്ക് ആകെ അത്ഭുതമാവുകയാണ്. ഇങ്ങനെയൊരു കമ്പനിയോ? നിങ്ങൾ എന്താ ശ്രീജച്ചി, നിങ്ങൾ എങ്ങനെയാണ് അവിടെ പണിയെടുത്ത് പോരുന്നത്? അപ്പോൾ ആരും ഇതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഇല്ല, എല്ലാം പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളാണ്, അതുകൊണ്ട് തന്നെ ഇതിനെ ചോദ്യം ചെയ്താൽ അവരുടെ തൊഴിൽ പോകുമെന്ന് അവർക്കറിയാം. ഇതുകൊണ്ട് ഇവിടെ നിന്നും കിട്ടുന്ന ക്യാഷ് കൊണ്ട് വേണം അവർക്ക് കുടുംബം നിലനിന്ന് പോവാൻ, അതുകൊണ്ട് ആരും തന്നെ ഇതിനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. ഉടനെ തന്നെ വേദ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ശരി എങ്കിൽ നമ്മൾക്ക് വിക്രമിനെ ഇത് അറിയിക്കാം. ഉടനെ ശ്രീജച്ച് പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ടാട്ടോ, വിക്രമിനെ അറിയിക്കേണ്ട, വിക്രം അറിഞ്ഞാലുണ്ടല്ലോ അവൻ നാളെ തന്നെ അവിടെ കമ്പനിയിലെത്തും, എല്ലാവരും അടിച്ച് തുമ്പില്ലാതാക്കും, വേണ്ട, അത് പ്രശ്നമാവും. ഇപ്പോൾ ഈ ഒരു ജോലി ഉള്ളതുകൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ സന്തോഷത്തിലിരിക്കുക. ഇനി ഈ ജോലി എങ്ങാനും പോയെന്നറിഞ്ഞാലേ അവർക്കൊക്കെ ഒരുപാട് വിഷമാവും, അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അവരോടൊന്നും സംസാരിക്കാത്തതെന്ന് പറയുക. ഉടനെ വേദ പറയുന്നുണ്ട്, ശരി ചേച്ചി, എങ്കിലേ നാളെ മുതൽ, ഇന്നൊരു ദിവസത്തേക്ക് ചേച്ചി ക്ഷമിക്കേ, നാളെ മുതൽ ഞാനും ചേച്ചിയോടൊപ്പം ജോലിക്ക് വരുന്നു. ഇത് കേട്ട് നിനക്കെന്താ ഭ്രാന്തുണ്ട് വേദേ? നിനക്ക് ഇപ്പോൾ നല്ല ജോലി ഉണ്ടല്ലോ, നീ ഓൺലൈനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, നീ നല്ല പഠിച്ച കുട്ടിയല്ലേ, അതൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാവും, അതൊന്നും വേണ്ട എന്ന് പറയുക. ഉടനെ തന്നെ നമ്മുടെ വേദ പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ജോലി ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്കും അവിടെ ജോലി ചെയ്യാം, നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഞാനും അനുഭവിച്ചോളാം, എന്തായാലും നമുക്ക് നാളെ ജോലിക്ക് പോകാം എന്ന് പറയാം. രാത്രി വിക്രം വരുന്ന സമയത്ത് വിക്രമിനൊരു ചായ ഇട്ടുകൊണ്ട് വേദ പറയുന്നുണ്ട്, വിക്രം, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ വേദ? ഞാൻ നാളെ ഒരു ജോലിക്ക് പോകാൻ തീരുമാനിച്ചു, അതും നമ്മുടെ ശ്രീജേച്ചി പോകുന്ന കമ്പനിയിൽ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നിനക്കെന്താ വട്ടുണ്ടോ? നിനക്ക് ഓൾറെഡി ഓൺലൈനായി ജോലി ചെയ്യുന്നുണ്ടല്ലോ നീ, പിന്നെ എന്തിനാ വേറൊരു തൊഴിൽ കൂടി? അതെ, ഞാനേ
എൻ്റെ ജോലി കഴിഞ്ഞ് ബാക്കി ഒരുപാട് സമയം ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ട് നമുക്കിപ്പോൾ വിക്രമിന് ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അത് തുറന്ന് പറയുന്നുണ്ട്, വേദേ നീ ഈ പറയുന്നതൊന്നും ശരിയല്ല. നിൻ്റെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് അറിയാൻ പറ്റും നീ പറയുന്നത് നുണയാണ്. പക്ഷേ ഞാനത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ഇതിന് പിറകിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നീ പോട്ടെ എന്നോട് ചോദിക്കുന്നത് വെറുതെയാണെന്നറിയാം. നീ ജോലിക്ക് പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. എന്തായാലും നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പിറ്റേന്ന ദിവസം രാവിലെ തന്നെ വേദ റെഡി ആയിക്കൊണ്ട് വിക്രമിനോടൊപ്പം ശ്രീചേച്ചി റെഡിയായോ, നമുക്ക് പോവല്ലേ, പോവാനായില്ലേ, ജോലിക്ക് പോവാറായില്ലേ എന്നിങ്ങനെ വിളിച്ച് ചോദിക്കുക. ശ്രീജയാണെങ്കിൽ ഇതാ വരുന്നു വേദേ എന്ന് പറയുന്നതും നമ്മുടെ കമലാമ്മ അന്തം വിട്ട് നോക്കുക. എന്ത്, നീ അവിടെ നിൽക്ക് ശ്രീജെ, എന്താ നീ അവളോടൊപ്പമാണോ പോകുന്നത്, അവളെങ്ങോട്ടാ എന്ന് ചോദിക്കുക. ഉടനെ തന്നെ നമ്മുടെ വേദ പറയുന്നുണ്ട്, ഞാനും ഗാർമെൻറ്റ്സ് കമ്പനിയിൽ ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു ശ്രീജേച്ചിയോടൊപ്പം. ഇത് കേട്ട് കമലാമ്മയും നമ്മുടെ വിശ്വവും നന്ദിനി എല്ലാവരും വായ്പ പൊളിച്ചുകൊണ്ടും ഇവളും മുഖത്തേക്കും തന്നെ നോക്കി നിൽക്കുക. വിനയം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വേദേ, നീ ഓൺലൈനായി നല്ലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെന്തിനാ ചേച്ചിയോടൊപ്പം ജോലിക്ക് പോണത്. ഇത് കേട്ട് നമ്മുടെ വേദ പറയുന്നുണ്ട്, അത് ആ ജോലി കഴിഞ്ഞാലും ഒരുപാട് സമയം വേസ്റ്റായി പോവല്ലേ, വെറുതെ ഇരിക്കുന്നത് എന്തിനാ, എന്തായാലും ശ്രീജേച്ചിയോടൊപ്പമല്ലേ, എനിക്ക് പോകാൻ സന്തോഷമേ ഉള്ളൂ, അതുകൊണ്ടാണെന്ന് പറയുന്നു. ഉടനെ തന്നെ കമലാമ്മ പറയുന്നുണ്ട്, ശ്രീജെ നീ ഇവളെ വിശ്വസിക്കണ്ട, ഇവളിവിടെ നിന്നെ കൂടൊപ്പം പറ്റിക്കൂടുന്ന നിൻ്റെ ജോലിയും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയാ, അല്ലാതെ നല്ലതിനുള്ള വരവൊന്നുമല്ല. ഇവൾ ഈ കുടുംബത്തിൻ്റെ സമാധാനേ നഷ്ടപ്പെടുത്തി, ഇനി നിൻ്റെ ജോലി സ്ഥലത്ത് വന്ന് അവിടെയുള്ള സമാധാനം കൂടി നഷ്ടപ്പെടുത്താനാണ് ഇവൾ വരുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ശ്രീജ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ ഇവൾ എൻ്റെ തൊഴിലിനെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ്, എനിക്ക് നല്ലതിന് വേണ്ടിയാണ് അങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ എങ്ങനെ അമ്മയോട് പറയുമെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദിനി കുശുമ്പ് വർത്തമാനം പറയുന്നുണ്ട്. അതെ, ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ, ചേച്ചി ജോലിക്ക് പോകുന്നതിൻ്റെ കുശുമ്പ്, അസൂയ കൊണ്ടാണ് ഇവളും വരാമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ നേരെ പറയുന്നുണ്ട്, അതെ അങ്ങനെ കുശുമ്പ് വരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ചേച്ചിക്ക് കുശുമ്പുണ്ടെങ്കിലേ ഞങ്ങളോടൊപ്പം ജോലിക്ക് പോരെ എന്നങ്ങ് പറയാണ്. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ വേദേ, നിന്റെ വീട്ടുകാരിവിടെ വന്നിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു, അതുപോലെ നീയും ഇവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങുവാണോ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഈ നന്ദിനി ചേച്ചി ചില നേരത്തെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു പോകുന്നത് അച്ഛ, അല്ലാതെ വേണമെന്ന് വെച്ചിട്ടല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അയൽവക്കക്കാരൊക്കെ വരുന്നുണ്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. ശ്രീജയ വാ നമുക്ക് നേരമായി എന്ന് പറയുന്ന സമയത്ത് വേദയും നമ്മുടെ ശ്രീജയും കൂടി യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, നീയും ഞങ്ങളോടൊപ്പം ജോലിക്ക് വരുന്നുണ്ടോ, നിനക്കൊരു ജോലി നല്ലതുള്ള കുട്ടി, നീ പഠിക്കുന്ന കുട്ടിയല്ലേ, പഠിച്ച കുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ശ്രീജച്ചയോടൊപ്പം ജോലിക്ക് വരാൻ വേണ്ടി എനിക്ക് സന്തോഷമേ ഉള്ളൂ, നമുക്ക് പോവാമെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ജോലി സ്ഥലത്തെത്തിയതും എല്ലാവരും ക്യൂ നിന്ന് ഒപ്പിടാനായി നിൽക്കുകയാണ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, വേദേ ഇവർ കുറച്ച് ദേഷ്യക്കാരാട്ടോ, ഇവിടെ ഒരു സൂപ്പർവൈസറായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവരോട് നല്ല സ്വഭാവത്തിൽ നിന്നില്ലെങ്കിൽ അവർ നമ്മളെ ജോലിക്കെടുക്കില്ല കേട്ടോ, നിന്നെ ജോലിക്കെടുക്കില്ല എന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് അറിയാം ചേച്ചി, ഞാൻ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നിന്നോളാം, ഞാൻ എല്ലാം ശ്രദ്ധിച്ചോളാം, ചേച്ചി പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മാനേജറായ സ്ത്രീ വരുന്നുണ്ട്, ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുക, നിങ്ങളെല്ലാവരും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്, എന്തായാലും ഇവരുടെ 1 മണിക്കൂറിൻ്റെ ശമ്പളം അങ്ങ് കട്ട് ചെയ്തേക്കുന്നവരോട് അവിടെയുള്ള സ്ത്രീയോട് പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് പോവുക. ഇത് കണ്ട് ശ്രീജ പറയുന്നുണ്ട്, കേട്ടില്ലേ വേദേ, അവർ സംസാരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഈ സമയത്ത് തന്നെയാണ് ജോലിക്ക് വരുന്നത്, പക്ഷേ അവർ മനഃപൂർവ്വം കാരണമുണ്ടാക്കി ഞങ്ങളുടെ ശമ്പളം കട്ട് ചെയ്യുക, ഇതാണ് ഇവരുടെ സ്വഭാവം, നീ കണ്ടറിഞ്ഞ് നിന്നോളണം എന്ന് പറയും. ഞാൻ അറിഞ്ഞു തന്നെ നിന്നോളാം ചേച്ചി എന്നിങ്ങനെ അർത്ഥം വെച്ച് നമ്മുടെ വേദ പറയാണ്. അങ്ങനെ 2 പേരും കൂടി മാനേജറുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. വേദയെ നോക്കിക്കൊണ്ട് ശ്രീജയോട് അവരിപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതാരാണ്. ഉടനെ ശ്രീജ പറയുന്നുണ്ട്, അത് ജോലിക്ക് വേണ്ടിയിട്ട് പുതിയതായി വന്നതാണ്, വേദ എന്നാണ് പേര്. ഉടനെ തന്നെ വേദ ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇവരെ കണ്ടിട്ട് പഠിച്ച സ്ത്രീയെ പോലെ ഉണ്ടല്ലോ, ഒരു വലിയ പെൺകുട്ടിയെ പോലെ തോന്നുന്നു, എന്തിനാ നിങ്ങൾ ഈ ജോലിക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ ഒളിച്ചോടി വിവാഹം കഴിച്ച് വന്നതാണ്, വീട്ടിൽ നിന്നും ഓടി വന്ന് വിവാഹം കഴിച്ചു, ഇപ്പോൾ ജീവിക്കാൻ മാർഗമില്ല, ഭർത്താവിനും ജോലിയില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. നീ പഠിച്ചിട്ടുണ്ടോ, എന്തായാലും
നിനക്ക് അക്കൗണ്ട്സ് ഒക്കെ നോക്കാൻ അറിയോ, ടാലി ചെയ്യാൻ അറിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് മാഡം, എനിക്കറിയാമെന്ന് പറയുന്നു. എന്നാൽ അക്കൗണ്ട്സിലേക്ക് ചെന്നോളൂ എന്ന് പറയുന്ന സമയത്ത് ഒരു സ്ത്രീ ഓടി വരികയാണ് കരഞ്ഞുകൊണ്ട്. മാഡം, എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിലാണ്, അടുത്ത വീട്ടിലെ ആളുകളാണ് അവന് ഹോസ്പിറ്റലിൽ ചേർത്തിരിക്കുന്നത്, എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം, കുറച്ച് സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് വന്നോളാം എന്ന് പറയുകയാണ്. അവൻ തന്നെ മാനേജർ ചൂടാവുന്നുണ്ട്. എന്ത്, നിങ്ങൾക്ക് തോന്നുമ്പോൾ വരാനും പോകാനുമുള്ള സ്ഥലമല്ല ഇത്. എന്തായാലും നിൻ്റെ മകൻ ചത്തിട്ടൊന്നും ഇല്ലല്ലോ, ഹോസ്പിറ്റലല്ലേ, കുഴപ്പമൊന്നുമില്ല, നീ ഇവിടെ നിന്നും പോയിട്ട് കണ്ടാൽ മതി, അങ്ങനെ ഇപ്പോൾ തന്നെ പോവേണ്ട ആവശ്യമില്ല എന്ന് തുറന്നടിച്ചങ്ങ് പറയുകയാണ്. എന്നാൽ കുട്ടി മരിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നത് കണ്ട് വേദയ്ക്ക് ഒരുപാട് സങ്കടമാവാണ്. ആ സ്ത്രീ കാല് പിടിച്ച് പറയുന്നത് പോലെ പറയുന്നുണ്ട്, ഞാനൊന്ന് പോട്ടെ, എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിലാണ് പോകണം എന്ന് നിർബന്ധിച്ച് പറയുമ്പോഴും അവർ ലീവ് കൊടുക്കുന്നില്ല. മര്യാദയ്ക്ക് ചെന്നിരുന്ന് ജോലി ചെയ്തോളണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറ്റി ഇറക്കുവാണ്. അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് നോക്കി നിൽക്കുവാണ്, നീ അങ്ങ് അക്കൗണ്ട്സിലേക്കും നീ അങ്ങ് ജോലിക്കും പോ എന്ന് പറഞ്ഞുകൊണ്ട് വേദയും ശ്രീജയും അവിടെ നിന്നും പറഞ്ഞയക്കുന്നുണ്ട്. ശ്രീജ വേദയെ അക്കൗണ്ട്സിലേക്ക് വേഗം കൊണ്ടുചെന്ന് ആക്കുന്നുണ്ട്. അവരവിടെ പറയുന്നുണ്ട്, അക്കൗണ്ട്സ് നോക്കാൻ പറഞ്ഞു മാഡം, ഇവിടെ നിന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന അക്കൗണ്ട്സിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന അവരുമായി സംസാരിച്ച് രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വേദ അവിടെ നിന്നും എഴുന്നേറ്റ് ശ്രീജയുടെ അടുത്തേ വരുന്നുണ്ട്. അതെ ശ്രീജേച്ചി, എനിക്ക് വാഷ്റൂമിൽ പോകണം എന്ന് പറയാണ്. അങ്ങനെ ശ്രീജ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വേദ, വീട്ടിൽ നിന്നും വരുന്നതിന് മുന്നേ ഇവിടെ വാഷ്റൂം ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല, അപ്പുറത്തുള്ള ഹോട്ടലിലേക്ക് ചെല്ലണം. ഇത് കേട്ട് വേദ, അയ്യോ ഞാൻ മറന്നുപോയല്ലോ, എന്തായാലും നമുക്ക് മാനേജറോട് ചോദിക്കാം, പോട്ടെ എന്ന് നമുക്ക് ചോദിച്ചിട്ട് പോവാം എന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഈ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകണ്ട, അവർ ആകെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, വഴക്ക് കേൾക്കും ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചാലെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ശ്രീജ പറയുന്നുണ്ട്, വേദ നിനക്കിപ്പോൾ വാഷ്റൂമിലേക്ക് പോകണം, നീ വാ, ക്യാഷ് ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കണം. ആ പേഴ്സിൻ്റെ കയ്യിലുണ്ട്, എന്നാൽ അതെടുത്തുകൊണ്ട് വാ, നമുക്ക് അപ്പുറത്തുള്ള ഹോട്ടലിലേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഒരു ചായക്ക് ഓർഡർ ചെയ്ത് വേദ പറയുന്നുണ്ട്, വാഷ്റൂമിൽ പോയി വരാം ചേച്ചി, പെട്ടെന്ന് പോയി വരാം എന്നും പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. പോയി വന്നതും ശ്രീജയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അങ്ങനെയാണ് ഒരു വൃത്തികേടായി കിടക്കുന്നൊരു ബാത്റൂം, അത് യൂസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വന്നത്. കുറച്ച് ക്യാഷും ഇവിടുന്ന് കിട്ടും, അതിലപ്പുറം ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കൊടുക്കണം, എന്തൊരു കഷ്ടമാണ് ഇത് ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ട് വീണ്ടും ജോലിയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അക്കൗണ്ട്സിൽ കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഈ മാനേജർ വലിയൊരു തട്ടിപ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. കണക്കുകളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ വേദയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായപ്പോൾ എല്ലാവരും ഓപ്പൺ ടെറസിലേക്ക് പോകുന്നുണ്ട്. വേദ, നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ശ്രീജ പറയുന്നു. എന്താ ചേച്ചി ഇത്, എന്തൊരു വെയിലാ, ഈ വെയിലത്തിരുന്നിങ്ങനെ ഭക്ഷണം കഴിക്കാമെന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാൻ വേദേ, വളരെ കഷ്ടമാണ്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഇരുന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വേദ പറയുന്നുണ്ട്, അതെ നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മാനേജർ റൂമിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് മാഡം എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. എന്താണ് ഇത്, എന്താ നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ, ഡോറിൽ തട്ടിക്കൊണ്ട് വരാൻ, ഞാനിവിടെ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നില്ലേ എന്ന് മാനേജർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ എനിക്കും അത് തന്നെ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇത്രയും വെയിലത്തിരുന്ന് ഓപ്പൺ ടെറസിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, അത് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾക്കങ്ങനെ ഭക്ഷണം കഴിക്കാൻ വയ്യെങ്കിലേ നിങ്ങളെ വരേണ്ടതില്ല, വേറെ ജോലി നോക്കിപ്പോക്കോ, ഇറങ്ങിപ്പോയിക്കോ ഈ കമ്പിൽ നിന്ന് കൂളായിക്കൊണ്ട് പറയുകയാണ്. ഇത് കേട്ട് വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്.